നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി വീണ്ടും ചർച്ചയിലാകുന്നു. ഒരു വശത്ത് സ്ത്രീകളുടെ സുരക്ഷയും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്നു എന്ന വാദം, മറുവശത്താകട്ടെ KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി ഇത് കൂടുതൽ രൂക്ഷമാക്കുമെന്ന വിമർശനവും. പദ്ധതി നിലവിൽ വരുന്നതോടെ കടക്കണിയിലായ KSRTCയുടെ ദൈനംദിന വരുമാനത്തിൽ കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. KSRTCയുടെ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ 3 മാസത്തിനുള്ളിൽ നഷ്ടം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്വകാര്യ ബസ്സുടമകളും ഭീതിയിലാണ്. ഈ സൗജന്യ യാത്ര യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഗുണകരമാണോ, അതോ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗതാഗത മേഖലയെ ഇത് തകർക്കുമോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. സ്ത്രീ സൗജന്യ യാത്ര ആവശ്യമോ ആഡംബരമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് തൊഴിലാളി സംഘടനയായ KSRTEAയിൽ നിന്ന് PA ജോജോ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം പത്മജ S മേനോൻ, സാമൂഹിക നിരീക്ഷകനായ രാഹുൽ ഈശ്വർ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയ ഈ സ്കീം ജൂൺ 15 നടപ്പാക്കാൻ പോകുന്നു. ഇത് സ്ത്രീകളുടെ ജീവിതം എങ്ങനെ മാറ്റുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? നോക്കൂ, ഇപ്പോഴും ഈ പെരിഫറലായി നമ്മൾ കാണുന്നതല്ല, അതിനപ്പുറത്തേക്ക് വെളിയിൽ വരാൻ സാധിക്കാത്ത, യാത്രാ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഈ ലോകം കാണാൻ സാധിക്കാത്ത സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക്, ദീർഘദൂരത്തിലുള്ള ജോലി സ്ഥലങ്ങളിലേക്ക് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളമായതുകൊണ്ട് അതിന്റെ ഒരു ബഹുഭൂരിപക്ഷം യാത്രാ ചെലവിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന സ്ത്രീകളെ നേരിട്ട് എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം പോയാൽ 400 രൂപ കിട്ടുമായിരിക്കും ഈ വീട്ടുജോലിക്ക് പോകുന്നവർക്ക്, ദൂര യാത്ര ചെയ്ത്. ആ 400-ൽ 100 രൂപയോളം യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരെ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായി അതൊരു സാമൂഹ്യ നീതിയുടെ ഭാഗമാണ്. ഇപ്പോ ലാഭനഷ്ട കണക്കുകളുടെയൊക്കെ അപ്പുറത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത് എല്ലാ സർക്കാരുകളുടെ ആവശ്യമാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ തന്നെയാണ് സർക്കാരുകൾ വ്യാപൃതരാവേണ്ടത് എന്ന ബോധ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സോഷ്യൽ ജസ്റ്റിസ് മുമ്പോട്ട് വെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർണാടകയിൽ, തെലുങ്കാനയിൽ, അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇനി ഇത് KSRTC നഷ്ടത്തിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. KSRTC ലാഭത്തിലാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ വർഷം KSRTCയുടെ മന്ത്രിയായിരുന്നു KB ഗണേഷ് കുമാർ ആണല്ലോ അവസാന മന്ത്രിയായിരുന്നത്. അപ്പൊ ശ്രീ ജെയിംസ് പോൾ ആ അവസാന വർഷമുണ്ടല്ലോ, കഴിഞ്ഞ ലാപ്പില് KSRTCക്ക് 30-40 കോടി രൂപ അധികമായി സർക്കാർ ഫണ്ട് അനുവദിക്കേണ്ടി വന്നു. എന്തിന്? ആ ഫണ്ട് അനുവദിച്ചതിന്റെ പുറത്താണ് പെൻഷൻ കൊടുക്കാൻ പറ്റിയത്, സാലറി കൊടുക്കാൻ പറ്റിയത്. അപ്പൊ എങ്ങനെയാ KSRTC ലാഭത്തിലാവുന്നത്? സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റാം. അപ്പൊ ആ 50 കോടിയുടെ കൂടെ അധികമായൊരു 30 കോടി രൂപ കൂടി സർക്കാർ ഒരുപക്ഷെ കൊടുക്കേണ്ടതായി വന്നേക്കാം. മാക്സിമം നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്, അതിനപ്പുറത്തുണ്ടാവോ എന്നുള്ളത് പ്രാബല്യത്തിലായ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു 30-40 കോടി രൂപയാണ് അധിക ചെലവ് വരിക. സർക്കാരിന് ആവശ്യമായ അനാവശ്യമായുള്ള പല അധിക ചെലവുകളും വെട്ടിച്ചുരുക്കിയാൽ ഈ ഫണ്ട് കണ്ടെത്താൻ പറ്റും. മാസാമാസം മേടിക്കുന്ന കാർ ഒഴിവാക്കിയാൽ മതി, അനാവശ്യമായി നടത്തുന്ന മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ ഒഴിവാക്കിയാൽ മതി, പേഴ്സണൽ സ്റ്റാഫിൽ 2.5 വർഷം അട വെച്ചിട്ട് ആജീവനാന്തകാലം പെൻഷൻ കൊടുക്കുന്ന പരിപാടി നിർത്തിയാൽ മതി. ഇതൊക്കെ UDF ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു. അതായത് ഞങ്ങൾ ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ വെറുതെ അങ്ങ് KSRTCയിൽ 15-ാം തീയതി മുതൽ സൗജന്യം എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. അതിന് പാരലലായി ആ ഫണ്ട് സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരുകൾക്കുണ്ടായിരുന്ന ദൂർത്ത് വെട്ടിച്ചുരുക്കാനുള്ള നടപടികൾ കൂടി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തൊട്ട് ഇന്ന് വരെയുള്ള നടപടിക്രമങ്ങളിലൂടെ ഈ സർക്കാരിലൂടെ നമ്മൾ കണ്ടല്ലോ. ഇപ്പോ കോഴിക്കോട് ഹർഷിന അവരുടെ വയറ്റിൽ കത്രിക കടന്നു.
എത്രയോ ദുഃഖവും ദുരിതവുമാണ് അവർ അനുഭവിച്ചത്. അവർക്ക് കഴിഞ്ഞ സർക്കാർ കൊടുത്തത് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ സർക്കാർ വന്നപ്പോൾ അവർക്ക് ജോലി കൊടുത്തു. നമുക്ക് വേണം ചിന്തിക്കാം, ഹർഷിനൊക്കെ അധികമായി ജോലി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവിടെ അനാവശ്യമായ ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷെ അതല്ല, ഇതൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. ആ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായി നമ്മളൊരു മൂവ്മെന്റ് മുമ്പോട്ട് വെക്കുകയാണ്. ആ മൂവ്മെന്റ് ഒരുപാട് സ്ത്രീകളെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന, അവരുടെ ജീവിതത്തിൽ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആകാൻ പോകുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ഇത് പ്രാബല്യത്തിൽ വന്ന് ഏതാണ്ട് 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ടൈം ആകുമ്പോൾ, അതിന്റെ ഫ്രൂട്ട് ഹാർവെസ്റ്റിംഗ് ടൈം ആകുമ്പോൾ നമുക്ക് മനസ്സിലാകുമെന്നതിൽ സംശയമില്ല. 1. 2, ഇത് KSRTC ലാഭത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം ഈ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന, ഫാമിലിയായി യാത്ര ചെയ്യുന്നവർ, അവരിപ്പോ സ്ത്രീകൾക്ക് സൗജന്യമാകുമ്പോൾ കൂടുതലും ആ ഫാമിലി KSRTCയിലേക്ക്, പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോ സ്വകാര്യ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരെ കൂടി ഇവിടെ നമ്മുടെ KSRTCയിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് ലാഭത്തിലേക്കാണ് KSRTCയെ നയിക്കാൻ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ വസന്ത് പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം മതിയോ? ഇതിനകത്തൊരു ലിംഗസമത്വത്തിൻ്റെ പ്രശ്നം ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ലിംഗസമത്വം എന്ന വാക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാര്യം ചരിത്രപരമായി നമ്മുടെ സ്ത്രീജനങ്ങളാണ് പിന്നോട്ട് നിൽക്കുന്നത്, സാമ്പത്തികവും സാമൂഹികമായിട്ടും എല്ലാവർക്കും അറിയാം. ഞാൻ അടക്കമുള്ളവർ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുമ്പോൾ ഈ സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് വാദിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന യാതൊരു അവകാശങ്ങളും അധികാരങ്ങളും എടുത്തു കളയരുത്, എന്നാൽ പുരുഷനും കൂടി ചില നിയമപരമായ പരിരക്ഷകൾ വേണം. അതുകൊണ്ട് ലിംഗസമത്വം എന്ന് യാന്ത്രികമായി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നൂറ്റാണ്ടുകളുടെ പാട്രിയാർക്കിയോ അല്ലെങ്കിൽ എന്താ പറയണേ ഇംബാലൻസ് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാവപ്പെട്ട പുരുഷന്മാർക്കും കൂടി ആ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാകണം. അതായത് മിഡിൽ ക്ലാസ്സിലുള്ള ഒരു വനിത, അവർക്ക് കാശ് കൊടുക്കാനുള്ള ആവതുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ത്രാണിയുണ്ട്, അവർക്ക് ഫ്രീ ആയി സഞ്ചരിക്കാം. പക്ഷേ പാവപ്പെട്ട ലോവർ ക്ലാസ്സുകാരനായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പുരുഷന് കാശില്ല, അല്ലെങ്കിൽ കാശ് കൊടുത്തു പോകേണ്ടി വരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഇതൊരു ഫേസ്ഡ് ആയിട്ടോ ലേഡ് ആയിട്ടോ ചെയ്യുകയാണെങ്കിൽ നല്ലതാ. ഉദാഹരണം BPL കാർഡ് ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണം മൊബിലിറ്റി കാർഡുകൾ കൊടുക്കുകയും ഒരു ലെയർ ആക്കി എടുക്കുകയാണെങ്കിൽ അത് കുറെ കൂടെ നന്നായിരിക്കും. അപ്പം കുറച്ചുകൂടെ ഒരു ജസ്റ്റിസ് ഉണ്ടാകും. 2, ഇതിന്റെ സാമ്പത്തിക ആസ്പെക്ട്സ് ആണ്. ചില പഠനങ്ങൾ പറയുന്നത് 60 മുതൽ 90 കോടി രൂപ വരെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വരുന്നതാണ്. അതായത് ഒരു വർഷം 1000 കോടിയോളം രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും ഈ കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ തന്നെ KSRTC ഒരു വർഷം 1124 കോടിയോളം രൂപ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? പിന്നെ ഏറ്റവും പ്രധാനം ഇതിന്റെ സാമ്പത്തികമായ ആംഗിൾ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ ആംഗിളും കൂടെ അന്വേഷിക്കുന്നതാണല്ലോ. ഇത് സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അതായത് കൂടുതൽ സ്ത്രീകൾ ഫ്രീ യാത്ര കിട്ടുമ്പോൾ സ്വകാര്യ മേഖലയിലെ ബസ്സുകൾ ഉപേക്ഷിച്ച് KSRTCയിലേക്ക് വന്നാൽ കുഞ്ഞുകുട്ടി പ്രാരാബ്ധങ്ങൾ ഉള്ളവരല്ലേ ഈ സ്വകാര്യ ബസ് ഓടിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ഇമ്പാക്ട്, അവർക്കുണ്ടാകുന്ന നഷ്ടം അതെങ്ങനെ നികത്തും? അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഇതിനകത്തുണ്ട്. ഉദാഹരണം, അത് ഇപ്പോൾ ഒരു സജഷനും കൂടെ പറയാം, എങ്ങനെ ഇത് കുറച്ചുകൂടെ റിസോഴ്സ് റേസ് ചെയ്യാം. ഞാനും ടോമിൻ ജെ തച്ചങ്കരി സാറും ദീപ്തി മേരി മാഡം ഒക്കെ ഇരുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഉയർന്നു വന്നൊരു സജഷനാണ് കുറച്ചുകൂടെ ബ്രാൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. അതായത് ബസ്സുകൾക്ക് ഇപ്പം നമുക്കറിയാം സിനിമാ പരസ്യങ്ങളും മറ്റും ബസ്സിൽ കൊടുക്കും. അതൊക്കെ കുറെ കൂടെ വ്യാപകമായി റിസോഴ്സ് മൊബിലൈസ് ചെയ്യുക. നമുക്ക് ഉറപ്പുണ്ട് ശ്രീ VD സതീശനും ശ്രീ CP ജോണും പ്രഗത്ഭരായ 2 പേരാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴമേറെ പണ്ഡിതരാണ് 2 പേരും. അവരെന്തെങ്കിലും ഒരു മാജിക് കാണിച്ച് ഈ കാര്യം നടത്തിയെടുക്കും എന്ന് എനിക്ക് ഒരു മലയാളി എന്ന രീതിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഇതിന്റെ എക്കണോമിക്സ് എന്താണ് വരുന്നത്, ഫൈൻ പ്രിന്റ് എന്താണ്, ന്യൂവാൻസുകളും ഡീറ്റെയിൽസും എന്താണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്ലസ് നമുക്കൊരു 1000 കോടി ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. സ്വകാര്യ മേഖലയിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും നമുക്ക് ബാക്കി നിൽക്കുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം വരികയാണെങ്കിൽ അത് കുറെ കൂടെ സ്വാഗതാർഹമായിരിക്കും. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ PA ജോജോ, KSRTC ഇതിനകം തന്നെ വലിയ നഷ്ടത്തിലാണ്. സൗജന്യ യാത്ര മൂലം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനെയും ബാധിക്കുമോ എന്നൊരു ഭയമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളത് ഭയക്കുന്നു. ഗവൺമെന്റിന്റെ നയത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. സൗജന്യ യാത്ര കൊടുക്കുന്ന ഗവൺമെന്റ് തീരുമാനമാണ്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് KSRTCയുടെ പെൻഷൻ 73 കോടി രൂപ പ്രതിമാസം കൊടുക്കാൻ ഗവൺമെന്റ് തരികയാണ്. അതോടൊപ്പം തന്നെ ശമ്പളം കൊടുക്കാൻ വേണ്ടി 50 കോടി രൂപയും തരുകയാണ്. ഒരു മാസം 123 കോടി രൂപയാണ് ഗവൺമെന്റ് KSRTCക്ക് തന്നുകൊണ്ടാണ് ഇന്ന് KSRTC മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം ഈ സൗജന്യ യാത്രയും കൂടെ അനുവദിച്ചാൽ ഒരു മാസം 100 കോടി രൂപയുടെ മുകളിൽ KSRTCക്ക് നഷ്ടം വരും.
ആ പൈസ കൃത്യമായി ഗവൺമെന്റിന് തരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് തരാൻ സാധിക്കില്ലെങ്കിൽ പെൻഷനും ശമ്പളവും മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് KSRTC മാറും. രണ്ടാമത്, ഇവിടെ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വസന്ത് സാറ് പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, ഞങ്ങളെ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, KSRTC എന്ന് പറയുന്നത് 4300 ബസ്സാണ് ഓടുന്നത്. 20% മാത്രമേ കേരളത്തിൽ KSRTC ഓടുന്നുള്ളൂ. ബാക്കി പ്രൈവറ്റ് ബസ്സുകളാണ്. മലബാർ മേഖലയിലേക്ക് പോയാൽ, ഇപ്പൊ എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ പോയി കഴിഞ്ഞാൽ KSRTC ബസ്സുകളില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് പാവപ്പെട്ട ആൾക്കാര് ഗ്രാമീണ മേഖലയിൽ നിന്നൊക്കെ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമെന്ന് പറഞ്ഞു. പക്ഷെ മലബാർ മേഖലയിലേക്ക് ചെന്നാൽ അങ്ങനെ സൗകര്യമില്ല. അവിടെ മുഴുവനും പ്രൈവറ്റ് ബസ്സുകളാണ് ഓടുന്നത്. അവിടെ KSRTCയുടെ എണ്ണം കുറവാണ്. അപ്പം കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇത് അനുഭവിക്കണമെങ്കിൽ ഇനി എല്ലാ മേഖലയിലേക്കും പുതിയ KSRTCയുടെ ബസ്സുകൾ ഇറക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത് എല്ലാ സ്ത്രീകളിലും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തിരുവനന്തപുരം, കൊല്ലം ഈ മേഖലകൾ മാത്രമാണ് KSRTC ഏറ്റവും അധികം ഓടുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ സഹായം നില, ഇപ്പൊ കർണാടക, ആന്ധ്ര പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഇപ്പം പശ്ചിമ ബംഗാളിലൊക്കെ ഈ സൗജന്യ യാത്ര കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയൊക്കെ 95% ആർട്ടിസ്റ്റുകളാണ്. അവിടെ അത് പ്രശ്നമല്ല. എന്നാലും ആ സംസ്ഥാനങ്ങളിലും അത് പ്രതിസന്ധി ആയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് വസന്ത്, ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ KSRTCക്ക് മാസം തോറും വൻ തുക നഷ്ടം വരും എന്നാണ് പറയുന്നത്. ഏതാണ്ട് വാർഷിക നഷ്ടം ഏതാണ്ട് 1400 മുതൽ 1800 കോടി വരെ ആകുമെന്നാണ് അവസാനം വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പണം എങ്ങനെ കണ്ടെത്താമെന്നാണ് കരുതുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന്, അങ്ങ് ഇപ്പോ പത്മജിയോട് ചോദിച്ച ചോദ്യത്തിന് കൂടി ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ഇത് ഫ്രീ ബീസ് പൊളിറ്റിക്സ് അല്ല. അങ്ങനെ ഫ്രീ ബീസ് പൊളിറ്റിക്സ് ആയിരുന്നെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരം ഫ്രീ ബീസുകൾ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ അവര് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ശ്രീ രാഹുൽ ഈശ്വറിന്റെ കണക്ക് 60 to 90 പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എറൗണ്ട് ഒരു 50, 30 to 60 നിൽക്കും. അപ്പോട്ടെ, ഇനി 60 കൂട്ടിക്കും, 60 കോടി രൂപ അധികമായി വന്നാൽ പ്രതിമാസം, ഇപ്പോ പ്രിയപ്പെട്ട ജോജോ ഒക്കെ പറഞ്ഞത് 100 കോടി രൂപ പ്രതിമാസം സർക്കാർ ഓൾറെഡി കൊടുക്കുകയാണ്. 70 + 50 എത്രയാ? 120 കോടി രൂപ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇവര് പറയാണ്, അതായത് ഞാൻ പറയുന്നത് ഇപ്പോ അതേ ഇടതുപക്ഷ യൂണിയൻ ആയിരിക്കും, കോൺഗ്രസ് യൂണിയനെ കൂടെ കൂട്ടി ഞാൻ പറയാണ്, വെറുതെ ഇരുന്ന് വെള്ളാനകളായിട്ട് അവിടെ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. താൽക്കാലിക നിയമനം, ആ നിയമനം, ഈ നിയമനം എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പണി എന്താ? കൊടി പിടിക്കുക, KSRTC ഓഫീസുകളുടെ മുമ്പിൽ കൊടി പിടിക്കുക എന്നത് മാത്രമാണ്. ഒരു ബസ്സിൽ ബസ് ചെക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ ഒരു ബസ്സിൽ ഒരു ദിവസം 4 ചെക്കർമാര് കയറുക, അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഇതിൻ്റെ അകത്ത് സമൂലമായൊരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഏതെങ്കിലും ഹടകക്ഷിക്ക് അങ്ങ് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു കൊടുത്തതല്ല KSRTC വകുപ്പ് ശ്രീ CP ജോണിന്. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ CP ജോണിന് കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു അഭിമാന പദ്ധതിയാണ് ഏത്? ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. 1. 2, കേരളത്തിലെ പൊതുമേഖലകളിൽ ഏറ്റവും നഷ്ടത്തിലുള്ള, ഏറ്റവും ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്ന പൊതുമേഖലാ സംവിധാനമാണ് KSRTC. അതിന്റെ നഷ്ടം, അതുണ്ടാക്കിയ നഷ്ടത്തിന്റെ പേരിൽ 42ാമത്തെ ദിവസവും ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞ സഹോദരിമാർക്ക് നെഞ്ചത്ത് ബാഡ്ജ് വെച്ച് ജോലി ചെയ്യേണ്ട വരുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി അവിടെ ഒരു മിനിസ്റ്ററെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു മിനിസ്റ്റർ. കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല. CPIയുടെ പാർട്ടിക്ക് എത്രത്തോളം MLA-മാരുണ്ടെന്നോ ആ പാർട്ടി ഇപ്പൊ ഞങ്ങൾ മിനിസ്റ്റർ ആകാൻ ഇത്തവണ പറ്റില്ല എന്ന് ശ്രീ ജോണിനോട് പറഞ്ഞാൽ മാറി നിൽക്കാത്ത ആളൊന്നുമല്ല ശ്രീ CP ജോൺ. പക്ഷേ ശ്രീ CP ജോൺ KSRTCയുടെ മിനിസ്റ്ററായി വരണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. അത് KSRTCയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. 1. 2, ഈ KSRTCയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ആ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. വെറുതെ കയറി അങ്ങ് പ്രഖ്യാപിക്കുകയല്ല ശ്രീ ജെയിംസ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എക്സ്പേർട്ടുകളുമായി സംസാരിച്ച്, വിവിധ ആ മേഖലയിലെ വിദഗ്ധരുമായി സംസാരിച്ച്, എന്തിനേറെ പറയുന്നു, ഇടതുപക്ഷ യൂണിയനിലെ നേതാക്കളുമായി വരെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കൃത്യമായ വിഷൻ ഉണ്ട്. നോക്കൂ, ഇപ്പൊ 120 കോടി രൂപയാണ് പ്രതിമാസം കൊടുക്കേണ്ടി വരിക. ഇപ്പൊ ഈ ഫ്രീ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഫ്രീ ടിക്കറ്റിംഗ് നമ്മൾ അനുവദിച്ചില്ല എന്ന് നോക്കൂ, ഓർക്കൂ. അങ്ങനെയാണെങ്കിലും 120 കോടി രൂപ കൊടുക്കണം. ഏത്? പ്രതിമാസം. ഞങ്ങളുടെ ലക്ഷ്യം ആ 120 കോടി രൂപ കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് KSRTCയെ കൂടുതൽ എക്വിപ്ഡ് ആക്കിക്കൊണ്ട് അത് ലാഭകരമാക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്ന പൈസ ഇതും കൂടെ വരുമ്പോൾ ടാലിയായി പോകും. മനസ്സിലായല്ലോ? കുറച്ചുകൂടി ഞാൻ ക്ലിയർ ചെയ്യാം.
120 കോടി രൂപ നിലവിൽ KSRTC ഉണ്ടാക്കുന്ന നഷ്ടത്തിന് പേ ഓഫ് ചെയ്യേണ്ടി വരികയാണ് ഗവൺമെന്റ്. ആ നഷ്ടം കുറയ്ക്കണമെങ്കിൽ ഈ അനാവശ്യമായ എംപ്ലോയീസ്, താൽക്കാലിക നിയമനങ്ങൾ, ഓവർ എംപ്ലോയി കോൺസെൻട്രേഷൻ, ഓവർ യൂണിയനിസം ഇതവിടെ കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ ഈ 120 കോടി രൂപ പ്രതിമാസം കൊണ്ടുപോയി ഖജനാവിൽ നിന്നെടുത്ത് KSRTCയുടെ ബക്കറ്റിൽ തള്ളുന്ന പരിപാടി നിർത്താൻ പറ്റും. അങ്ങനെ നിർത്തുമ്പോൾ ഈ അധികമായ 60 കോടി രൂപ കൊടുത്താലും ജനത്തിന് നേരിട്ട് ഗുണപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് പ്രശ്നമില്ലാതെ വരും. 1. 2, വെറുതെ അങ്ങ് ഫ്രീ ടിക്കറ്റിംഗ് നടത്തുകയല്ല, അതിനാണ് ജെൻഡർ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് KSRTCയിലെ ഉദ്യോഗസ്ഥരായി എന്തിനേറെ കണ്ടക്ടർമാരോട് വരെ ഞങ്ങൾ അഭിപ്രായം തേടിയല്ലോ. അങ്ങനെ ആ ജെൻഡർ ടിക്കറ്റിംഗ് വരുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഇപ്പൊ ഒരു ബസ് നമ്പർ 541 എന്ന് കൂട്ടിക്കോ, 541, ആ ബസ്സിൽ ഈ ടിക്കറ്റ് എടുത്തു, സ്ത്രീകൾ ഇത്ര പേര് സൗജന്യം, നിങ്ങൾ സ്ത്രീകളാണല്ലോ ടിക്കറ്റ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ ആണ്. അങ്ങനല്ല, അവിടെ കയറുന്നവർക്ക് സ്വാഭാവികമായും ടിക്കറ്റ് എടുക്കും, സ്ത്രീകൾ ടിക്കറ്റ് എടുക്കും, അവരത് പേ ചെയ്യേണ്ടി വരില്ല. എന്നാൽ അത് അക്കൗണ്ടഡ് ആവും. ഏത്? ഇത്ര പേർ ഇത്ര ദൂരം യാത്ര ചെയ്തു, ആ അക്കൗണ്ടഡ് ആയ മണിയും KSRTCക്ക് ഗവൺമെന്റ് കൊടുക്കും. അല്ലാതെ നഷ്ടം ഉണ്ടായിട്ട് ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളതല്ല പോളിസി. ഞങ്ങളെ സംബന്ധിച്ച് ഓരോ മാസവും KSRTCയിൽ എത്ര സ്ത്രീകൾ എത്ര ദൂരം യാത്ര ചെയ്തു, അതിന് എത്ര ടിക്കറ്റ് ചെലവായിട്ടുണ്ട് എന്ന് കൃത്യമായ അക്കൗണ്ട്സ് എവിടേക്ക് നൽകണം? ധനകാര്യ വകുപ്പിന് KSRTC നൽകണം. അത് നൽകുമ്പോൾ ധനകാര്യ വകുപ്പ് ആ പണം തിരിച്ച് പേ ഓഫ് ചെയ്യും. ആർക്ക്? KSRTCക്ക്. പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ അവിടെ ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല, അധിക ചെലവ് KSRTCക്ക് ഉണ്ടാവുന്നില്ല. KSRTC സ്ത്രീകളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ധനകാര്യ വകുപ്പിൽ നിന്ന് മേടിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അഡ്വക്കേറ്റ് വസന്ത് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ഗവൺമെന്റിന്റെ കടം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? യെസ്, അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ചോദ്യം, KSRTCക്ക് കടമില്ല, ഗവൺമെന്റിന് കടമുണ്ടാവും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഇപ്പോ കഴിഞ്ഞ 10 വർഷം ഓടിയതുപോലെ ഈ വണ്ടി അങ്ങ് ഓടിച്ചുകൊണ്ട് പൊക്കോളാം എന്നൊന്നും ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ടാക്സേതര വരുമാനം കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിനല്ലേ ജനം സ്വീകാര്യത നൽകിയത്. ടാക്സിന് വെളിയിലുള്ള പണം ഞങ്ങൾ കണ്ടെത്തുന്നേ. ഞങ്ങൾ ഈ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുമെന്നേ. ഇപ്പൊ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ 2.5 വർഷം എന്നുള്ളത് 4 വർഷമാക്കിയപ്പോ എത്ര വലിയ ചേഞ്ചാ പൊതുഖജനാവിന് ഉണ്ടാകാൻ പോകുന്നത് അങ്ങേക്കറിയാം. അങ്ങൊരു ഫിനാൻഷ്യൽ വിദഗ്ധനല്ലേ. അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂവ്മെന്റുകൾ, ആ മൂവ്മെന്റുകളിലൂടെ ഈ പണം കണ്ടെത്താൻ പറ്റും. ഞങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിന്റെ പൊതുഖജനാവിനെ ഞങ്ങൾ നിറമറയാക്കും എന്നല്ലേ പറഞ്ഞത്. അത് ആക്കുമ്പോ അതിൽ നിന്ന് ഒരു 60 കോടി രൂപ പാവപ്പെട്ട സ്ത്രീകൾ കൊടുക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ഇനി ശ്രീ ജോജോ പറഞ്ഞു, 10 സെക്കൻഡ് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. ഓക്കെ, ശ്രീ ജോജോ പറഞ്ഞത് ഈ മലബാർ സൈഡിലേക്ക് KSRTCയുടെ അവൈലബിലിറ്റി കുറവാണ്. യാഥാർത്ഥ്യമാണ് കേട്ടോ, ഞാൻ ഇല്ലെന്ന് പറയില്ല, അദ്ദേഹം പറഞ്ഞ പോയിന്റ് ശരിയാണ്. പക്ഷെ എന്ന് വെച്ച് ഇത് അവിടെ KSRTC ബസ് കുറവാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അവിടേക്ക് കൂടുതൽ പിങ്ക് ബസ്സുകൾ പോലുള്ള ഐഡിയകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. സ്ത്രീകൾ മാത്രം യാത്ര ചെയ്യുന്ന പിങ്ക് ബസ്സുകൾ, അത്തരം ബസ്സുകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായി വരും. അത് ഒരു നഷ്ടമായി ഖജനാവ് കാണേണ്ടതില്ല. അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ ഇത് ലാഭകരമാവും. അനാവശ്യ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് വരുമോ? തൊഴിലാളികളെ എഫിഷ്യന്റ് ആക്കുക എന്നത് അതിന്റെ ഭാഗമായി വരും. വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന പരിപാടി നിർത്തും. അതായത് കണ്ടക്ടറിന്റെ കയ്യിൽ വേണ്ടത് ടിക്കറ്റിംഗ് മെഷീനാണ്, അല്ലാതെ പാർട്ടിയുടെ കൊടിയല്ല. അതിന്റെ INTUCയുടെ ആണെങ്കിലും BMSന്റെ ആണെങ്കിലും CITUവിന്റെ ആണെങ്കിലും. ശരി, വ്യക്തമാണ്. ശ്രീ PA ജോജോ, പുതിയ മന്ത്രി വന്നതോടുകൂടി ഈ വിധത്തിലുള്ള സജീവമായ മാറ്റങ്ങൾ വരുമെന്നും KSRTC ലാഭത്തിലാകുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയുക എന്ന ഉദ്ദേശത്തോടെയല്ല വന്നത്. പക്ഷെ അഡ്വക്കേറ്റ് വസന്ത് ഇവിടെ വ്യക്തമായി തന്നെ വളരെ മോശമായ രീതിയിലാണ് തൊഴിലാളികളെ ചിത്രീകരിച്ചത്. തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല, അവർ കൊടി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്, അവരാണ് ഇത് തകർക്കുന്നതെന്ന്. എന്തറിഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് അത് അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ യൂണിയൻകാരോട് ചോദിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനത് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് KSRTCയുടെ സ്ഥിതി എന്താണെന്ന് വസന്ത് സാറിന് അറിയാം. 23 പെൻഷൻകാരാണ് അന്ന് ആത്മഹത്യ ചെയ്തത്. പെൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 56 ഡിപ്പോകൾ പണയം വെച്ചിട്ടാണ് അന്ന് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വരുന്നത്. പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല. ആ കാലത്താണ് ഞങ്ങൾ വലിയ സമരത്തിലേക്ക് പോയത്. ഞങ്ങൾ അന്ന് സമരത്തിലേക്ക് പോയത് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനല്ല. അന്ന് ആ മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു, ഈ സ്ഥാപനം പൂട്ടിപ്പോവുകയാണ്, ഇനി ഇതൊരടി മുന്നോട്ട് പോകില്ല, ഇത് തകരാൻ പോകുന്ന സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് പ്രതിമാസം 100-150-20 കോടി രൂപയുടെ കടത്തിലേക്ക് സ്ഥാപനം പോവുകയും പെൻഷനും ശമ്പളവും മുടങ്ങുന്ന അവസ്ഥയിൽ വന്നപ്പോൾ
ഞങ്ങൾ കൊടി പിടിച്ച് സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജനകീയ മാർച്ച് നടത്തി. ആ സമരം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ KSRTC പൊതുമേഖലയെ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത കാലത്ത് ഒന്നും സമരം ചെയ്തിട്ടില്ല. ഈ സ്ഥാപനത്തെ നിലനിർത്തുക, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടുന്ന് തകർന്നടിഞ്ഞ ആ KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തെ കഴിഞ്ഞ ഒന്നാമത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും ഇടപെടൽ നടത്തി. കടത്തിലായിരുന്ന 3100 കോടി രൂപയാണ് കടം വന്നിരുന്നത്. അതിനു മുമ്പ് VS ഗവൺമെന്റ് പോകുമ്പോൾ KSRTCയുടെ മൊത്തം കടം 850 കോടി രൂപയായിരുന്നു. ആ 850 കോടി രൂപയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പോകുമ്പോൾ KSRTCയുടെ കടം 3100 എത്തി. അതിലുപരി 56 ഡിപ്പോകൾ പണയം വെച്ചു. എന്നിട്ട് പോലും ഇത് കൃത്യമായി കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്ന് ഈ KSRTCയിൽ വലിയൊരു അച്ചടക്കമുണ്ടാക്കി. നിങ്ങൾ പറയും പോലെയല്ല, വലിയൊരു ഇടപെടൽ നടത്തി. KSRTCയിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ല എന്ന് വസന്ത് സാറ് പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 24 മണിക്കൂറും ജോലി ചെയ്യാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ല, ഒരു അവധി ദിവസമില്ല. പ്രൈവറ്റ് ബസ്സുകള് രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 8 മണിക്ക് നിർത്തുമ്പോൾ KSRTC ബസ്സുകളാണ് 24 മണിക്കൂറും കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു സമരത്തിന്റെ പ്രശ്നമല്ലോ. ആരാണ് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നത്? വസന്ത് സാറിന് ആരെങ്കിലും തെളിയിച്ചു തരാൻ പറ്റുമോ? KSRTCയിൽ അങ്ങനെ ഒരു കാലഘട്ടമല്ല ഇത്. വളരെ ആത്മാർത്ഥയോടുകൂടി ജീവനക്കാർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് 10 കോടി 13 കോടി രൂപ വരെ KSRTCയുടെ കളക്ഷൻ എത്തിക്കാൻ സാധിച്ചത്. എത്രയോ ആത്മാർത്ഥമായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. എന്നിട്ട് ആ തൊഴിലാളികളെ ഇതുപോലെ പുച്ഛമാക്കി പണിയെടുക്കാത്തവരാണ്, വെറുതെ ശമ്പളം വാങ്ങുന്നവരാണ് എന്ന് ഇന്നത്തെ സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് തീരെ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഇന്ന് KSRTCയിലാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചയിലേക്കല്ല പോകേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചുള്ളത്, കഴിഞ്ഞ UDFന്റെ കാലഘട്ടത്തിൽ UDFന് ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കാനും പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. ഗവൺമെന്റ് സൗജന്യ യാത്ര കൊടുത്തോട്ടെ, രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ എല്ലാവർക്കും കൊടുത്തോട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നു പൂർണ്ണമായി. പക്ഷെ എങ്ങനെ ഇത്രയധികം പൈസ തരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് തന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുവാണ് ഈ കാര്യത്തിൽ. പക്ഷെ തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള പെൻഷനും പൈസയും കൊടുക്കാൻ സാധിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല എന്ന് പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. ശരി, ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്തിന് മറുപടി പറയാനൊരു അവസരം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ തൊഴിലാളികളും ജോലി എടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു യൂണിയൻ എക്സ്ട്രീമിസം KSRTCയിൽ ഉണ്ട്, ഇല്ല എന്ന് അങ്ങ് പറയണ്ട. 2, അങ്ങീ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 3000 കടമാക്കി ഇറങ്ങി പോകുമ്പോ ആര്യാടനായിരുന്നോ KSRTCയുടെ മന്ത്രി? അന്ന് KSRTCയുടെ മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ്, നിങ്ങളുടെ ഈ മാജിക് മാൻ. ആ ഗണേഷ് കുമാർ ആയിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലാവും. 2, ഞങ്ങൾ പറഞ്ഞത് ഇപ്പോ ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. പ്രേക്ഷകർ തെറ്റിയിരിക്കും. ഏത് 7 മണി തൊട്ട് 9 മണി വരെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇത് ചെയ്യാം, ഡ്രൈവർമാർ ഡ്യൂട്ടി ചെയ്തിട്ട് മടങ്ങിപ്പോകാം. അവരാഴ്ചയിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. KSRTC എത്ര ദിവസം ആഴ്ചയിൽ ജോലി ചെയ്യുന്നത്? KSRTC എംപ്ലോയീസ് ആഴ്ചയിൽ 7x24 ആണോ യൂണിയൻ KSRTC എംപ്ലോയീസിന്റെ ഇത്? അല്ലല്ലോ. അപ്പോ നിങ്ങളും പ്രൈവറ്റ് എംപ്ലോയീസും തമ്മിൽ വർക്കിംഗ് ഹവേഴ്സിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെന്തോ വലിയ ത്യാഗം സഹിക്കുന്നേ എന്ന രീതി വർത്തമാനം പറയരുത്. KSRTC എംപ്ലോയീസിനെ ആകെ മോശമാക്കി പറയല്ല, പക്ഷെ അവിടെ ചില യൂണിയൻ എക്സ്ട്രീമിസം ഉണ്ട്. അത് അവസാനിപ്പിച്ചാൽ പറ്റൂ. അത് ഒരു ഡിപ്പാർട്ട്മെന്റിനും നല്ലതല്ല. ശരി, ഞാൻ അങ്ങേക്ക് മടങ്ങി വരാം. ശ്രീ രാഹുൽ ഈശ്വർ, വരുമാന പരിധിയോ പ്രായപരിധിയോ ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യയാത്ര നൽകുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം മുൻഗണന നൽകേണ്ടതായിരുന്നില്ലേ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് ഒരു സെന്റർ ലെഫ്റ്റ് ഫോഴ്സാണ്. കോൺഗ്രസ് എക്കണോമിക്കലിയും ഒരർത്ഥത്തിൽ കൾച്ചറലിയും ഒക്കെ ഒരു മധ്യ ഇടതേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഫോഴ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ VD സതീശൻജിയൊക്കെ പലപ്പോഴും പറയുന്നത് അദ്ദേഹം നെഹ്റൂവിയൻ ലെഫ്റ്റ് ആണ്. നല്ലൊരു ശതമാനം കോൺഗ്രസ്സുകാരും, ശ്രീ VD സതീശൻ, ശ്രീ VT ബൽറാം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ വസന്ത്, ഇവരെല്ലാം ഒരു സെന്റർ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ എക്കണോമിക്കലി സെന്റർ റൈറ്റിന്റെ ഒരാൾക്ക് അതിനോട് യോജിച്ചോളണമെന്നില്ല. പക്ഷേ ഗവൺമെന്റ് പോളിസിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. നേരത്തെ തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്ത ആൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ തൊഴിലാളികളെ ഡീമീൻ ചെയ്യുന്നൊരു
അങ്ങനെ ഒരു നെറേറ്റീവ് വേണോ എന്ന് എനിക്കറിയില്ല. കുറെ കൂടെ എഫിഷ്യൻസി വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണം. കുറെ കൂടെ എഫിഷ്യൻസി വേണം, ഹൈജീൻ വേണം, അവരുടെ ചില കാര്യങ്ങൾ സ്ട്രീം ലൈൻ ചെയ്യണം. പക്ഷേ ഏതെങ്കിലും രീതിയിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഭരണത്തിന്റെ കുഴപ്പം കൂടല്ലേ. ഞാൻ ഭരണമെന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP യോ അല്ല, നമ്മുടെ അത് റൺ ചെയ്യിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റേയും കുഴപ്പം കൂടെയല്ലേ. നമ്മുടെ ഗവൺമെന്റ് സെക്ടറിന്റെ ഒരു പൊതു പ്രശ്നം തന്നെയല്ലേ അത്. അതായത് സ്വകാര്യ ബസ്സുകൾ കുറച്ചുകൂടെ ക്ലീനും ഹൈജീനുമായിട്ട് പോകുന്നുണ്ടല്ലോ. ആ രീതിയിൽ എല്ലാ KSRTCസിനും മോശമാണെന്നൊന്നുമല്ല, ഞാനും KSRTC പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ കൂടെ ഒരു ഹൈജീനിക്കും മറ്റും ആകണം. അപ്പം നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ലാംഗ്വേജ് ഇതിൽ യൂസ് ചെയ്യേണ്ട വളരെ കറക്റ്റാണ്. ആരെയും വേദനിപ്പിക്കാതെ, നമുക്കെല്ലാം നമ്മുടേതായ പോരായ്മകൾ കാണും, എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഉള്ളൊരു സമീപനം. എനിക്കൊന്നും ശ്രീ CP ജോണിന്റെ ടോണൊക്കെ വളരെ കറക്റ്റാണ്. നേരത്തെ ആ കാര്യത്തിൽ ശ്രീ വസന്തം പറഞ്ഞത് കറക്റ്റാണ്. ശ്രീ CP ജോൺ പ്രഗത്ഭനായ, മുമ്പ് പ്ലാനിംഗ് ബോർഡിലൊക്കെ ഇരുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. നല്ല രീതിയിൽ ആൾക്കാർ ഇടപെടുകയും നമുക്ക് സ്നേഹവും അപ്രോച്ചബിലിറ്റിയും തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് 10-25 വർഷത്തിലധികമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശ്രീ CP ജോൺ സാറെ തന്നെ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ KSRTC ആൾക്കാരോട് ഒരു സമവായം ഉണ്ടാക്കുക, അവർക്ക് ശമ്പളം കിട്ടുമോ തുടങ്ങിയ ആശങ്കകൾ അവർക്ക് ഉണ്ടാവില്ലേ? കാര്യം അവരുടെ വീട്ടിലും കുട്ടികളും ഭാര്യയും ഒക്കെ കാണില്ലേ. അപ്പൊ അവർക്കൊരു ആശങ്ക തീർച്ചയായും കാണും, എവിടെ നീ കാശ് കണ്ടെത്തും തുടങ്ങിയ കാണും. അതോടൊപ്പം ഈ സ്വകാര്യ മേഖലയിലെ ബസ് ഓപ്പറേറ്റർമാരോടും കൂടെ സംസാരിക്കണം. കാര്യം KSRTC 22 മുതൽ 24 ലക്ഷം ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ പല മടങ്ങ് കൊണ്ടുപോകുന്നത് സ്വകാര്യ മേഖലയിലെ ബസ്സുകളാണ്. അപ്പോൾ അവർക്കും ഇതൊരു ഹിറ്റ് ഉണ്ടാകരുത്. സമൂഹത്തിലെല്ലാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളൊരു ജനാധിപത്യമാണ്. നമ്മളിപ്പം ചൈന പോലെ മേളിൽ നിന്നൊരു തീരുമാനം എടുത്താൽ അതേ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു രാജ്യമല്ല. നമ്മൾ കുറെ കൂടി ഒരു മിക്സഡ് എക്കോണമിയും ഒരു ഡെമോക്രസിയും ഒക്കെ കൂടെയാണ്. ഒരു ലിബറൽ ഡെമോക്രസി എന്ന് വിളിക്കാവുന്ന കാര്യമാണ്, ഇൻക്ലൂസീവ് ഡെമോക്രസിയാണ്. അപ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ആ പോളിസിയെ പറഞ്ഞ് അതിനെ ലെയേർഡായി പല തലങ്ങളിൽ പല രീതികളിൽ ഇത് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം പല KSRTC ബസ്സുകളും കാണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്രാൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാം. ഇപ്പം മോഹൻലാലോട് മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാരുണ്ട്, അവരോട് പറയുക നിങ്ങളുടെ അടക്കമുള്ള സിനിമയിൽ അമ്മയോടക്കം കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുടെ സിനിമാ പരസ്യങ്ങൾ നല്ലൊരു ശതമാനം ബസ്സിൽ തരിക. അപ്പൊ ഈ ബസ്സിന്റെ ഇപ്പം പല ട്രെയിനുകളും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ വായിച്ച ശരിയാണെങ്കിൽ 30 കോടിയോ 20-30 കോടി എന്തോ ആണ് അവർ ഇൻ ബസ് ബ്രാൻഡിങ്ങും ബസ് ബ്രാൻഡിങ്ങിലും കൂടെ ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് പോസിറ്റീവായി മുമ്പോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം പാവപ്പെട്ട പുരുഷന്മാർക്കും കൂടെ ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം പാവപ്പെട്ട പുരുഷന്മാർക്ക് പലപ്പോഴും ഒരു രീതിയിലുള്ള സപ്പോർട്ടില്ല. നമ്മൾ ആണുങ്ങൾക്ക് പലപ്പോഴും, ഇപ്പം നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ആണുങ്ങളാണ്, നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകത യാതൊരു ഹെൽപ്പും പലപ്പോഴും ലീഗലി ആണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, വലിയൊരു പരിധി വരെ യുവജനങ്ങൾക്ക് ആണിനും പെണ്ണിനും അവരുടേതായ കാര്യങ്ങളുണ്ട്. ഈ ബാക്കിയുള്ള പുരുഷൻ എന്ന പരിപ്രേക്ഷ്യത്തിൽ പാരഡൈമിൽ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് ചെയ്യാൻ, അതായത് കൗണ്ടർ ബാലൻസ് ചെയ്താണ് എല്ലാം പോകുന്നത്. നമുക്കറിയാം ജാതിയും മതവും അടക്കം വെച്ചാണ് എല്ലാ മന്ത്രിസ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ വിഭജിക്കുന്നത്. അപ്പോൾ ഒരു സമുദായത്തിന് കൊടുത്താൽ മറ്റൊരു സമുദായത്തിന് ബാലൻസ് ചെയ്യാൻ കൊടുക്കും. അതേപോലെ പുരുഷ സമൂഹത്തിനും ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് മെഷേഴ്സും കൂടെ കൊടുക്കുകയാണെങ്കിൽ, ഇനി ഇതിനോടൊപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇത് ഒരു പോളിസി വൈസ് ഒരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ കൊടുക്കാനൊക്കെ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ എന്റെ ധാരണ ശരിയാണെങ്കിൽ കർണാടകയിലുണ്ട് 5000 കോടിയോളമാണ് ചെലവ്. ആന്ധ്രയിലുണ്ട്, ഹിമാചലിലുണ്ട്, പഞ്ചാബിലുണ്ട്. അപ്പൊ അവരൊക്കെ റിസോഴ്സ് കണ്ടെത്തുന്നുണ്ട്. അത് കണ്ടെത്തി ഇത് ചർച്ച പോലെയല്ല ഈ ഭരണ സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പമാണ് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച്. പക്ഷേ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷനിലുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്, ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള എഫിഷ്യൻസിയാണ്. നല്ല രീതിയിൽ കൊണ്ടുവരുമെന്നാണ്. അതിന് ഏറ്റവും പ്രഗത്ഭരാണ് ഇവിടെ ഇരിക്കുന്നതും. ശ്രീ VD സതീശൻ ആ കാര്യത്തിൽ മികച്ചൊരു വ്യക്തിയാണ്. ശ്രീ CP ജോൺ സാറും അങ്ങനെയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് വളരെ പോസിറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കുന്നു. അത് എങ്ങനെ വരും എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കാണേണ്ടിയിരിക്കും. വ്യക്തമാണ്. അഡ്വക്കേറ്റ് വസന്ത, ശ്രീ രാഹുൽ ഈശ്വറിന്റെ കൺസേൺ പരിഗണിക്കപ്പെടേണ്ടതല്ലേ? പുരുഷന്മാർക്ക് കൂടി സൗജന്യത്തിന് അർഹതയില്ലേ? നോക്കൂ, നമ്മളെ ഇതൊരു സോഷ്യലി ബാക്ക്വേർഡായി കാണുന്ന സ്ത്രീകൾക്ക് ഗുണമുണ്ടാകുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. അദ്ദേഹം പറഞ്ഞ പോലെ ഈ BPL കാർഡ് എന്നുള്ള അങ്ങനെയൊക്കെ ഒരു ഡിസ്ക്രിമിനേഷനിലേക്ക് നമ്മൾ പോയാൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇതിൽ നമ്മൾ കൂടുതലും മിഡിൽ ക്ലാസ് എന്ന് സൂചിപ്പിക്കുന്നവർ പോലും ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവസ്ഥ ഇന്നുണ്ട്. അപ്പൊ മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ് ഈ ഒരു 10-20 വർഷം കൊണ്ട് രൂപപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേക സിനാറിയോ ഈ എക്കണോമിക്സിൽ തന്നെ. അവരെ സംബന്ധിച്ച് അവരുടെ BPL കാർഡ് കാണിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ കാർഡ് കാണിച്ച് ഒരു ഫ്രീ ബി മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ അത് ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ള മാത്രമാണ് ഒരു പോസിബിലിറ്റി. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ശ്രീ രാഹുൽ ഈശ്വർ മുമ്പോട്ട് വെച്ച ഈ ബസ് അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയുന്നത് വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിലവിൽ KSRTC ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ പുറത്തുള്ള സ്റ്റിക്കർ ഒട്ടിയിൽ മാത്രമാണ്. അതിനൊക്കെ അപ്പുറത്ത്
ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന LED സ്ക്രീൻസ് ഇതിലൂടെ ആഡ് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട്. അഡ്വക്കേറ്റ് നല്ല സീറ്റിംഗ്. അഡ്വക്കേറ്റ് വസന്ത, ഇത് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമോ ഈ ആനുകൂല്യം, അതോ ദീർഘദൂര സ്വിഫ്റ്റ് പ്രീമിയം ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമോ? ഇതിന്റെ കൃത്യമായൊരു മാനദണ്ഡം എന്താണ്? അല്ല, അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. എന്താണെങ്കിലും ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ തീർച്ചയായും ഈ സൗകര്യം ലഭ്യമായിരിക്കും. ഇനി സൂപ്പർ ഫാസ്റ്റ് എബോ ഉണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി അടുത്ത് വരുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ അതിനകത്ത് തീരുമാനമുണ്ടാകും. ഏതായാലും ഫാസ്റ്റ് പാസഞ്ചർ വരെയുള്ള ദീർഘദൂര ബസ്സുകളിൽ ഈ സംവിധാനം ലഭ്യമാവും. ആദ്യഘട്ടത്തിൽ അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ കർണാടക ഉൾപ്പെടെ സമാനമായ സ്കീമുകൾ നിലവിലുണ്ട്. കേരളത്തിൽ ഇത് വിജയിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ വിജയ തോൽവി അങ്ങനെയുള്ളതിനൊക്കെ അപ്പുറത്ത്, നഷ്ടലാഭങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇതൊരു സോഷ്യൽ മൂവ്മെന്റ് ആണെന്നേ. അതിനെ ആ ഒരു അർത്ഥത്തിൽ കാണണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം നെഹ്റുവിൻ ലെഫ്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ മുമ്പോട്ട് വെച്ചാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക. ഒരു സോഷ്യലിസ്റ്റിക് അപ്രോച്ച് എല്ലാ കാലത്തും കോൺഗ്രസിനുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ട്, സതീശന്റെ കാലത്തും ഉണ്ടാകും, അതിനു മുമ്പ് കരുണാകരന്റെ കാലത്തും ഉണ്ട്. വെൽഫെയർ സോഷ്യലിസ്റ്റിക് ആണ് നമ്മുടെ ഭരണഘടന പോലും അങ്ങനെയാണ്. അല്ല, ഈ BJP പോലും പറയുന്നത് ഗാന്ധിയൻ സോഷ്യലിസം എന്നാണ് അവരുടെ എക്കണോമിക് പോളിസി. പക്ഷേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അത്തരം ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ അപ്പുറത്തേക്ക് അത് അതിന് ശേഷം ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ നമ്മൾ KSRTC എംപ്ലോയീസിനെ അവരുടെ യൂണിയനെയൊക്കെ വിലക്കെടുക്കുന്നേ, അവരെ കൂടി കേൾക്കും. ഏതായാലും ഒരു ഉറപ്പ് അവർക്ക് നൽകാം. അവർക്ക് സാലറി കിട്ടാത്തതിന്റെ പേരിൽ, പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ വീട്ടിൽ അരി മേടിക്കാൻ പറ്റാത്തൊരു ഗതി അത് ഇനി ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഈ സർക്കാർ അവർക്ക് കൊടുക്കുകയാണ്. ശരി, ശ്രീ PA ജോജോ, KSRTCയെ കൂടുതൽ ലാഭകരമാക്കാൻ മറ്റ് നടപടി, ഫ്ലീറ്റ് നവീകരണം പോലെ അല്ലെങ്കിൽ ഭരണപരിഷ്കാരങ്ങൾ പോലെയുള്ളതൊക്കെ എടുക്കാതെ ഈ ഫ്രീ സ്കീം മാത്രം മതിയോ? ഞാൻ ആദ്യമായി തന്നെ വസന്ത് സാറിനെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഗണേഷ് കുമാർ ആയിരുന്നു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന്. അല്ല വസന്ത് സാറെ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 3 കോൺഗ്രസിന്റെ മന്ത്രിമാരാണ് ഈ വകുപ്പ് ഭരിച്ചത്. ആദ്യം ശിവകുമാർ സാറ്, രണ്ടാമത് ആര്യാടൻ മുഹമ്മദ് സാറ്, മൂന്നാമത് തിരുവഞ്ചൂർ സാർ. 3 പേര് ഭരിച്ചതാണ്. അവരുടെ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തായിരുന്നു ഗണേഷ് കുമാർ. അതിനൊക്കെ മുമ്പാണ് ഗണേഷ് കുമാർ അതിന്റെ ഭാഗമായി ഭരണം നടത്തിയത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ KSRTCയെ ഇനി ഈ രീതിയിൽ ലാഭകരമാക്കണമെങ്കിൽ ഈ സൗജന്യം കൊടുത്തുകൊണ്ടല്ല ലാഭകരമാക്കാൻ പറ്റുക. കൂടുതൽ ബസ്സുകൾ ഇറക്കി അതിനെ കൂടുതൽ ജീവനക്കാരെ എടുത്ത്, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലെ മലബാർ മേഖല അടക്കം എല്ലാ മേഖലയിലേക്കും KSRTCയെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇത് നമ്മൾ കേവലം ചർച്ച ചെയ്ത് നമുക്കിപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. വസന്ത് സാർ ഇവിടെ പറയുന്നത് മന്ത്രിമാരുടെ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുന്നു, അല്ലെ ഞങ്ങൾ പുതിയ കാറ് വാങ്ങുന്നില്ല, അതുകൊണ്ടൊന്നും KSRTCയിലെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റില്ല. അതൊക്കെ മൊത്തത്തിലുള്ള പ്രശ്നം. ഇപ്പൊ ഡീസലിന് ഓരോ ദിവസവും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സ്ഥിതി വളരെ പ്രശ്നത്തിലേക്കാണ്. ഡീസലിന്റെ വില കൂടുന്നു, അതനുസരിച്ച് ഓരോ ദിവസവും അതിന്റെ ചെലവ് കൂടുകയാണ്. ഇപ്പൊ ഈ മാസം മെയ് മാസമാണ്, 500 പേര് ഈ മാസം വീണ്ടും പിരിയുകയാണ്. അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടതുണ്ട്. 73 കോടി രൂപ എന്നുള്ളത് അടുത്ത മാസം മുതൽ 75-80 കോടിയിലേക്ക് ആവുകയാണ്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഇപ്പോൾ 2 ഗഡു DA ഗവൺമെന്റ് ഈ KSRTC ജീവനക്കാർക്ക് കൊടുത്തു. അതിന്റെ ശമ്പളം കൊടുക്കണമെങ്കിൽ കൃത്യമായി ഗവൺമെന്റ് പൈസ തരണം. ഗവൺമെന്റ് തന്നാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. LDF ഗവൺമെന്റ് അത് പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം LDFിനുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള LDF ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. പക്ഷേ UDF ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് വീട്ടിൽ അരി വാങ്ങാനൊക്കെ തരുമെന്ന് വസന്ത് സാറ് പറഞ്ഞു. അതൊരു കളിയാക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കളിയാക്കണ്ട. ഞങ്ങൾ വളരെ ആത്മാർത്ഥപരമായി വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് KSRTCയെ ഇന്ന് ലാഭകരമല്ലെങ്കിലും വലിയൊരു നഷ്ടമില്ലാതെ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കൊണ്ടുപോകുന്നത്. അതില് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും ഇതിലെ തൊഴിലാളികളും ഒന്നിച്ചു നിന്ന്, അതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ല. ഞങ്ങള് CIT എന്നോ VMS എന്നോ INTUC എന്നോ ഒന്നുമില്ല. മുഴുവൻ തൊഴിലാളികളും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ KSRTCയെ ഇന്ന് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുത്തത്. അതിന് സമൂഹം പറയും തകർന്നു പോയ KSRTCയെ ഇപ്പം
KSRTC കേരളത്തിന്റെ ഒരു മാതൃകാ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അത് രക്ഷപ്പെട്ടെന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനും സാധിക്കുന്ന സ്ഥാപനമായി മാറി. നാട്ടിലെ KSRTC ടിക്കറ്റ് ഇതര വരുമാനം ടൂറിസം മേഖലയിലും ഓരോ മേഖലയിൽ കൂടി ഞങ്ങൾ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിലനിർത്താൻ വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ഇത് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ബോധ്യം ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റും ഞങ്ങളും ഒന്നിച്ചു നിന്ന് ഇതിനെ എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിലനിർത്തണം. ഒരു കാലത്തും ഗവൺമെന്റിന്റെ പൂർണ്ണമായ സാമ്പത്തികം കൊണ്ട് മാത്രം ഇത് പോകാൻ സാധിക്കില്ല. ഈ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം ബസ്സിന്റെ എണ്ണം കുറവാണെങ്കിലും ഏറ്റവും അധികം യാത്രക്കാർ യാത്ര ചെയ്യുന്ന അവരുടെ ഒരു സ്വത്താണ്, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്താണ്. അത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് സൗജന്യ യാത്ര ചെയ്യുന്നൊരു അല്ല ഞങ്ങളുടെ വിഷയം. ഈ സ്ഥാപനം നിലനിർത്തണം. അതിന് ഗവൺമെന്റ് കൃത്യമായി ഞങ്ങളെ സഹായിക്കണം. അതിന് സാധിക്കുമോ? ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കണം, പെൻഷൻകാരുടെ പെൻഷൻ കൊടുക്കണം. അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ഡിമാൻഡ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഈ സ്കീം വനിതകളുടെ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുമോ അതോ ദീർഘകാലത്തിൽ ഗതാഗത സംവിധാനത്തെ തകർക്കുമോ? രണ്ട് കാര്യങ്ങളാണ്. ശ്രീ വസന്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ മൊബിലിറ്റി എന്നുള്ളത് ലെഫ്റ്റിന്റെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയൻ സോഷ്യലിസമാണ് BJP ആപ്ത വാക്യമായിട്ടോ ഫിലോസഫിയായിട്ടോ സ്വീകരിച്ച BJPയുടെ തുടക്കത്തിൽ സ്വീകരിച്ചിരിക്കുന്ന തത്വങ്ങളിലൊന്ന്. അതുകൊണ്ട് ഒരു ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് ആഡ് ചെയ്തെങ്കിലും എന്നും ഗാന്ധിയൻ സോഷ്യലിസ്റ്റിന്റെ എലിമെന്റ്സ് നമ്മുടെ പോളിറ്റി നമ്മുടെ ഇതിലുണ്ട്. അതുകൊണ്ട് സ്ത്രീ മൊബിലിറ്റി, കുട്ടികൾക്ക് മൊബിലിറ്റി, പിന്നോക്ക വിഭാഗങ്ങൾക്ക്, ചരിത്രപരമായ അരികു ചേർത്തപ്പെട്ടവർക്ക് അവർക്കെല്ലാം എന്നും അഫർമേറ്റീവ് ആക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്താ പറയണ്ടത്, നമ്മൾ ഭരണഘടനയോടും ഈ നാടിനോടും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്, കാര്യത്തിൽ സംശയമില്ല. രണ്ട്, പക്ഷേ KSRTC ബസ്സുകൾ നേരെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഏതെങ്കിലും രീതിയിൽ കൂടുതൽ CSRുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കണം. കാര്യം ഫണ്ട് വേണമല്ലോ. ഈ കാര്യങ്ങൾക്കെല്ലാം ചെലവഴിക്കണമെങ്കിൽ നമുക്ക് കാശ് വേണം. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിന് കാശ് വേണം. ആ കാശ് കണ്ടെത്താനും റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ്. ആ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ത് രീതിയിൽ കൊണ്ടുവരാം? ആത്യന്തികമായി സർക്കാരിന്റെ ഒരു പോളിസി കൊണ്ട് നമ്മുടെ സമ്പദ്ഘടന തകരുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ ഈ 1000 കോടി രൂപ കണ്ടെത്തേണ്ടത് സർക്കാരിന് മുമ്പിലൊരു വെല്ലുവിളിയാണ്. അപ്പൊ അതിന് വേണ്ടത് എന്താ? ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്ലാനാണ്. ഏതെങ്കിലും രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്ന് ആ റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ കഴിയുമോ? ഇനി സെസ് ഏർപ്പെടുത്തുമോ? അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണം, സെസ് ഏർപ്പെടുത്തുമോ? നേരത്തെ ശ്രീ വസന്ത് വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ച പോലെ LED അടക്കമുള്ള കാര്യങ്ങൾ കുറെ കൂടെ കൊണ്ടുവന്ന്, കാര്യം ബസ് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പം ബസ്സിൽ നേരിട്ട് നമ്മൾ പരസ്യം കാണുമ്പോൾ ഒരുപാട് നേരം ആ പരസ്യത്തിന്റെ എക്സ്പോഷർ ഉണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു അറ്റൻഷൻ എക്കോണമിയിൽ കൂടെയാണ്. ആ അറ്റൻഷൻ എക്കോണമിയുടെ ഭാഗമായി പരസ്യത്തിന് കൂടുതൽ വ്യാപ്തിയുണ്ട്. നമ്മളൊക്കെ എയർപോർട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ ഉള്ളിലിരിക്കുന്ന ബസ്സുകളിൽ ഒരുപാട് ബ്രാൻഡിങ് കാണാം. മിക്കവാറും കജാറിയ എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകളാണ് എടുത്തിരിക്കുന്നത്. ടൈൽസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആൾക്കാരെ മൊബിലൈസ് ചെയ്യാൻ കഴിയുമോ? ആദ്യഘട്ടത്തിൽ KSRTCക്ക് എത്ര ആൾക്കാർ കൊടുക്കുമോ എന്നറിയില്ല. അപ്പൊ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, സിനിമാ പോസ്റ്റർ കൊണ്ടുവരിക. ഇടയ്ക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമ്മുടെ റെയിൽവേയിൽ വലിയ കമ്പാർട്ട്മെന്റുകൾ തന്നെ ഈ ചില സിനിമാക്കാരൻ എടുത്തിട്ടുണ്ട്. കിങ് ഓഫ് കൊത്ത, ദുൽഖറിന്റെ സിനിമയൊക്കെ വന്നപ്പോൾ അവർ വലിയ രീതിയിൽ വലിയ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി എൻറ്റയർ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്സ്, ബോഗീസ് അടക്കം ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി എടുത്തു. അപ്പൊ സാധാരണക്കാർ ഇപ്പൊ എല്ലാവരും സിനിമ കാണുന്നതാണ്. അപ്പൊ എല്ലാ ഏരിയയിലും സിനിമയുടെ ആവശ്യമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ്. ആ രീതി കൊണ്ടുപോകും. ശരി, രാഹുൽ ഈശ്വർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത്, നമ്മൾ ഈ KSRTCയുടെ നഷ്ടക്കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. എന്തൊക്കെ പദ്ധതികളാണ് പുതിയ ഗവൺമെന്റ് KSRTCയെ നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ആർക്കൊക്കെ വിഷമമുണ്ടായാലും യൂണിയൻ എക്സ്ട്രീമിസം ഒരു വലിയ പ്രശ്നമാണ്. അതായത് സർക്കാർ ഒരു തീരുമാനം എടുത്താൽ, സ്വിച്ച് ഇട്ടാൽ അത് താഴെ തട്ടിൽ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനെ സഹകരിക്കുന്ന ഒരു എംപ്ലോയീസ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ചില കൺസേൺസ് ഉണ്ടാവും, അവര് നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് എല്ലാ യൂണിയനുകൾക്കും ഉണ്ടാവും. അതുകൂടി കേൾക്കും, അതുകൂടി കേട്ട് അതിനകത്ത് ഒരു പരിഹാരം കണ്ടെത്തും. അവരുമായി ഒരു എന്താ പറയുന്ന ഒരു റാപ്പോർട്ട് അത് ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. KSRTCയെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും പല ചർച്ചകളിലും പറയില്ലേ, KSRTCക്ക് എത്ര വലിയ കടമുണ്ടായാലും ഒരു പ്രശ്നമില്ല. കാര്യം അതിന് മാത്രം സ്വത്ത് KSRTCക്ക് ഉണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ് KSRTCയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് അസറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ KSRTC വലിയ അസറ്റ് ഉള്ള വലിയൊരു ജന്മിയാണ്. പക്ഷെ അതിൽ നിന്നൊന്നും വരുമാനം വരുന്നില്ല. വലിയ ഏക്കർ കണക്കിന് പറമ്പുണ്ട്, പക്ഷെ പറമ്പിൽ പുല്ല് മുളച്ചിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ആ രീതിയാണ് KSRTCയെ സംബന്ധിച്ച്. ഇപ്പൊ നമുക്ക് തിരുവല്ലയിലേക്ക് വന്നാൽ അവിടെ വലിയൊരു മോൾ സമുച്ചയത്തിന് തുല്യമായ KSRTC സമുച്ചയമാണുള്ളത്. പക്ഷെ ഒന്നും റെന്റ് ഔട്ട് ചെയ്തിട്ടില്ല. താഴത്തെ നിലയിൽ കുറച്ച് കൂൾ ബാർസ് മാത്രമാണുള്ളത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ അങ്ങനെ KSRTCയുടെ സെന്ററുകൾ, അവിടെ ഒരുപാട് വ്യാപാര സമുച്ചയങ്ങൾ KSRTCയെ സംബന്ധിച്ചുണ്ട്. അവിടേക്ക് കൂടുതൽ ബിസിനസ് അട്രാക്ട് ചെയ്യണം, കൂടുതൽ പേരെ അവിടേക്ക് കൊണ്ടുവരണം. നമ്മുടെ കച്ചവടങ്ങൾ അത് റെന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ അവിടെ ഇനി അഡ്വർടൈസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടോ എന്നത് പരിശോധിക്കണം. CSR ഫണ്ടുകളെ അട്രാക്ട് ചെയ്ത് പിങ്ക് ബസ് പോലുള്ള ബസ്സുകളൊക്കെ നമുക്ക് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആകുമ്പോൾ CSR ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. പിങ്ക് ബസ് മേടിക്കാൻ സർക്കാർ പൈസ കണ്ടെത്തേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു CSR ഫണ്ട് നമ്മൾ അവിടേക്ക് അട്രാക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു സ്പോൺസറോട്, ഇപ്പൊ എക്സാമ്പിൾ ആണ് കല്യാൺ ജുവലേഴ്സ്, അവരോട് പറയണം നിങ്ങളുടെ CSR ഫണ്ടിൽ നിന്ന് 2 പിങ്ക് ബസ് മേടിച്ച് തരണമെന്ന് പറഞ്ഞാൽ സർക്കാർ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പോസിബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി വരുന്ന കാലം ഇലക്ട്രിക് വണ്ടികളുടെ കാലമാണ്. അതിലേക്ക് കൂടി ഒരു സ്റ്റെപ്പ് സർക്കാരും ഈ KSRTCയും വെക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ഗ്രീൻ എക്കണോമിയാണ് ഇനി ഭാവി. ആ ഭാവി കണ്ടെത്താൻ, അവിടെ സോളാർ അടക്കമുള്ള കാര്യങ്ങളുടെ വലിയ സാധ്യത കണ്ടെത്താനൊക്കെ KSRTCക്ക് സാധിക്കണം. നമുക്ക് അഭിമാനകരമായി ഉയർത്തി കാണിക്കാൻ നാളുകളിൽ സ്വയം പര്യാപ്തമായൊരു ഗതാഗത സംവിധാനം നമുക്കുണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന സാധ്യതകൾ ഇതിനകത്തുണ്ടെന്നേ. അത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാർ ഒരു ഐഡിയ ആയി മുമ്പോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വിദഗ്ധർ ഒരു ഐഡിയ ആയിട്ട് മുമ്പോട്ട് വരുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം വേണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. ഇപ്പൊ നമ്മൾ LED സ്ക്രീൻസിൽ അഡ്വർടൈസ്മെന്റ് ആഡ് റൺ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ LED സ്ക്രീനിന്റെ സ്വിച്ച് ബസ് ഡ്രൈവറിന്റെ സൈഡിലാന്ന് വെച്ചോ, അത് ഓൺ ചെയ്യാൻ ഡ്രൈവർ തയ്യാറായില്ല കാര്യമില്ലല്ലോ. ഞാൻ വളരെ നിസ്സാരമായ ഒരു എക്സാമ്പിൾ ആണത്. അപ്പൊ ആ എംപ്ലോയീസിനെ കൂടെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. ഞാനിപ്പോ ജോജോയോ അവരുടെ ടീമിനെ ഒന്നും കുറ്റം പറയല്ലേ തന്നെ, അവരെ കൂടി വിശ്വാസത്തിൽ എടുക്കണം. ആ വിശ്വാസത്തിൽ എടുക്കുമ്പോൾ ആ വിശ്വാസം സർക്കാരിനോട് കാണിക്കാൻ എംപ്ലോയീസിന് കൂടി ഉത്തരവാദിത്വമുണ്ട്. അനാവശ്യമായ എംപ്ലോയി എണ്ണം അത് വെട്ടിക്കുറച്ചേ മതിയാവുകയുള്ളൂ. അവരെ മറ്റുള്ള വ്യാപാരത്തിലേക്ക് ഇറക്കി വിടണമെന്നേ. ഇപ്പൊ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ KSRTCയുടെ കൂൾ ബാർസ് തുടങ്ങണം, KSRTCയുടെ ഐസ്ക്രീം പാർലേഴ്സ് തുടങ്ങണം. നമുക്ക് മിൽമേക്ക് കളക്ട് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റാത്ത? അതിനൊക്കെ പറ്റും. വേണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് പഠിക്കുകയായിരുന്നു. ഞാനിപ്പോ പറയുമ്പോൾ കേരളത്തിലുള്ള കോർപ്പറേഷനുകളെ പറ്റി നമ്മൾ നോക്കിയാൽ കേരളത്തിൽ വെളിയിൽ ഒന്നും മേടിക്കേണ്ട വരില്ല. അതിന് മാത്രം കോർപ്പറേഷനും കമ്പനിയും കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുണ്ട്. അവിടുത്തെ വെള്ളാനകളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് ഇത് വിജയത്തിലാക്കാൻ പറ്റുന്നവരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഒന്നും ചെയ്യണ്ട. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോജോ, KSRTCയെ രക്ഷിക്കാൻ പുതിയ ഗവൺമെൻറ്റിന് മുമ്പിൽ താങ്കൾ എന്തൊക്കെ നടപടികളാണ് ശുപാർശ ചെയ്യുന്നത്? താങ്കൾ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്? ഞങ്ങൾ നിർദ്ദേശങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ചർച്ച ചെയ്ത് പുതിയ നിർദ്ദേശങ്ങൾ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുതിയ നിർദ്ദേശത്തിലുപരി തന്നെയായി ഇന്നിപ്പം നടന്നു വരുന്ന കുറെ തീരുമാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ടിക്കറ്റ് ചെയ്ത വരുമാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് KSRTC ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് ബഡ്ജറ്റ് ടൂറിസം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് KSRTC ബസ്സുകളിൽ അവർ ടൂറ് പോകാൻ വേണ്ടി ഭയങ്കര ആവേശമാണ്. പാട്ടുപാടി ഉല്ലസിച്ച് പോകുന്ന ഒരു ഇതാണ്. അതുപോലെ പെട്രോൾ പമ്പുകൾ ഞങ്ങൾ ഡിപ്പോകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എണ്ണയടിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ വരുമാന ലാഭം ഉണ്ടാകുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ വളരെ മാതൃകാപരമായി ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി അവിടുന്ന് ഉള്ള വരുമാനം കൊണ്ടുവരുന്നുണ്ട്. കൊറിയർ സർവീസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ നേരത്തെ രാഘുലീശ്വർ അടക്കമുള്ള വസന്ത് അടക്കം പറഞ്ഞതുപോലെ തന്നെ വെറും ടിക്കറ്റിൽ മാത്രം ഒതുങ്ങിയല്ല ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പുതിയ മേഖലകളിലേക്ക് കടന്ന് ഈ ടിക്കറ്റ് വരുമാനത്തോടൊപ്പം പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് ആ വഴി തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഇവിടെ കുറെ ബസ്സുകൾ കൂടി ഇറക്കി ജീവനക്കാരെയും കൂടി എടുത്ത് തൊഴിലാളികളെയും കൂടെ ചർച്ച ചെയ്ത് ആ രീതിയിലേക്ക് പോയാൽ KSRTCയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു തൊഴിലാളി സംഘടന, ഇപ്പൊ ഞങ്ങൾ CITU എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, KSRTCയിലുള്ള ഒരു സംഘടനകൾ പോലും KSRTCയില് അനാവശ്യമായ ഒരു സമരങ്ങളിലേക്കോ ഒരു പ്രശ്നങ്ങളിലേക്കോ പോകാറില്ല. ഞങ്ങൾ അവിടെ രാഷ്ട്രീയം നോക്കാറുമില്ല. കാരണം ഞങ്ങളുടെ ജീവിതവും കൂടെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഞങ്ങളുടെ ജീവിതം ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ സ്വത്താണ്. പൊതുജനങ്ങള് യാത്ര ചെയ്യേണ്ടതാണ്. ആ ഒരു ബോധ്യം KSRTCയിലെ ജീവനക്കാർക്കുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പവുമില്ല. പുതിയ ഗവൺമെന്റ് എടുക്കുന്ന ഇതിനെ ലാഭകരമാക്കി നന്നാക്കി കൊണ്ടുപോകാൻ എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പവും ഞങ്ങള് സംഘടനയുണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയവും. ശരി, വ്യക്തമാണ്.
ശ്രീ രാഹുൽ ഈശ്വർ, സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ സൗജന്യ യാത്രയല്ലാതെ മറ്റ് എന്തെല്ലാം മികച്ച ബദലുകളാണുള്ളത്? നമ്മുടെ നാട്ടിലെ, അതായത് നമ്മൾ ഈ സിറ്റി സെൻട്രിക്കായി ചിന്തിക്കുമ്പോൾ മറ്റ് ഓപ്ഷൻസ് കാണാം. പക്ഷേ കുറച്ചുകൂടെ സബർബൻ ഏരിയ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയയിൽ പോയാലും ഗ്രാമ ഏരിയയിൽ പോയാലും പലപ്പോഴും സ്ത്രീകൾക്കുള്ള ഓപ്ഷൻസുകൾ കുറവാണെന്ന് നമുക്കറിയാം. അതായത് അവരുടെ മൊബിലിറ്റി ഒരു ചലഞ്ച് തന്നെയുണ്ട്. ഇത് അംഗീകരിക്കുക നമ്മൾ തർക്കിക്കുന്നതിൽ എന്താ അർത്ഥം? ഒരർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയാൽ, അതായത് നോർത്ത് ഇന്ത്യയുടെ അടക്കം ചില ഗ്രാമാന്തരങ്ങളിലൊക്കെ പോയാൽ സ്ത്രീകളുടെ മൊബിലിറ്റി വലിയൊരു ഇഷ്യൂ ആണ്. നമുക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് 2 വീലർ കാണാം, ചില ആൾക്കാർക്ക് കാറോ കാര്യങ്ങളോ ഒക്കെ ഒരു പക്ഷേ കാണാം. ഒരു മിഡിൽ ക്ലാസ്സിനും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സും മാത്രമല്ല ഇന്ത്യ. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, നമ്മൾ എന്ത് പോളിസിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ദരിദ്രനാരായണന്മാരെ കുറിച്ച് ചിന്തിക്കണം, പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കണം. ഗാന്ധിജി അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു താലിസ്മാൻ നിങ്ങൾക്ക് തരാം, ഒരു രക്ഷാകവചം തരാം. നിങ്ങൾ ചെയ്യുന്ന എന്ത് നിലപാടും നിങ്ങൾ കണ്ട ഏറ്റവും വലിയ പട്ടിണി പാവത്തിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് ആലോചിച്ച് ചെയ്യണം. അങ്ങനെയാണ് കോൺഗ്രസ്സുകാരടക്കം ഈ നിലപാട് കൊണ്ടുവരുന്നത്. അവിടെയാണ് അതിനെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് എങ്ങനെ നമുക്ക് നടത്തിയെടുക്കാം, എങ്ങനെ പ്രാക്ടിക്കലാക്കാം, നമ്മുടെ കോർപ്പറേറ്റ് മേഖലയെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, ചില ബസ്സുകൾ അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത്യാവശ്യം പോസിറ്റീവായ, അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു കളക്ടർ ബ്രോ ആണെന്ന് തോന്നുന്നു, കളക്ടർ ബ്രോ മറ്റേ സുലൈമാനി അടക്കമുള്ള ഓപ്പറേഷൻ അവിടെ നടത്തുന്നുണ്ട്, പെരിയ വിട്ടുപോയി. അതായത് ബാക്കിയുള്ളവർക്ക് കൂടി നമുക്ക് കാപ്പിയോ ചായയോ മേടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. അപ്പം മറ്റൊരാൾക്ക് വേണ്ടി വേറൊരാൾക്ക് ഔട്ട് ഓഫ് എ ഗുഡ് വിൽ നമുക്ക് ടിക്കറ്റിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൂടെ ചിന്തിക്കണം. ഇതിൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞ പോലെ CSR ആകാം, ബ്രാൻഡിങ് ആകാം, സോഷ്യൽ മൊബിലൈസേഷൻ ആകാം. അപ്പൊ അങ്ങനെ സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാക്കുകയും പൊതുജനങ്ങളുടെ അടക്കം സപ്പോർട്ട് ഇതിലേക്ക് എടുക്കുക, ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആ രീതിയിൽ കൊണ്ടുപോവുക. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്, സമയപരിമിതി മൂലമാണ്. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കുക എന്നത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ ഏറെ സ്വാഗതാർഹമായ തീരുമാനമാണ്. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഇത് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങാകും. എന്നാൽ KSRTCയുടെ നിലനിൽപ്പോ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളോ സ്വകാര്യ ബസ് വ്യവസായത്തിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കോ ബലി കഴിച്ചുകൊണ്ടാകരുത് ഈ പരിഷ്കാരം. വരും ദിവസങ്ങളിൽ കൃത്യമായ ഉപഭോഗ പഠനങ്ങൾ നടത്തി പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളോടെ പദ്ധതി നടപ്പാക്കാൻ സർക്കാരിന് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, PA ജോജോ, രാഹുൽ ഈശ്വർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.